സുപ്രഭാതം. ഞാൻ ബിജു കിഴക്കനേല. ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാനം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരമായ സരസ്വതി സമ്മാനമാണ് പ്രഭാവർമ്മയുടെ രൗദ്രസ്വാത്വികം എന്ന കൃതിക്ക് ലഭിച്ചത്. KK ഫൗണ്ടേഷൻ നൽകുന്ന സരസ്വതി സമ്മാന പുരസ്കാരം 15 ലക്ഷം രൂപ അടങ്ങുന്നതാണ്. ശബ്ദം പൂർണ്ണമായി നഷ്ടപ്പെട്ട് താരാ കല്യാൺ. മലയാള സിനിമാ താരവും പ്രശസ്ത നർത്തകിയുമായ താരാ കല്യാണിന് സ്പോസ്മോഡിക് ഡിസ്ഫോണിയ എന്ന അസുഖം പിടിപെട്ടാണ് ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടതെന്ന് മകൾ സൗഭാഗ്യ മാധ്യമങ്ങളെ അറിയിച്ചു. ശബരിമലയിൽ ശ്രീഭൂതബലിയും ഉത്സവ ബലിയും. ശബരിമല ഉത്സവത്തിൻ്റെ ഭാഗമായി അത്താഴ പൂജയ്ക്ക് ശേഷം വിളക്ക് വെച്ച് പാണി കൊട്ടിയാണ് ശ്രീഭൂതബലി ചടങ്ങുകൾ ആരംഭിച്ചത്. 9ാം ഉത്സവമായ 24-ാം തീയതി വരെ ശ്രീഭൂതബലിയും ഉത്സവബലിയും തുടരും. ഗുജറാത്ത് സർവകലാശാലയിൽ വൻ സംഘർഷം. ഗുജറാത്ത് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നമസ്കാരം നടത്തിയിരുന്ന വിദേശ വിദ്യാർത്ഥികളെയാണ് പുറത്തുനിന്നെത്തിയ സംഘം മർദ്ദിച്ചത്. ശ്രീലങ്കയിൽ നിന്നും തജിക്കിസ്ഥാനിൽ നിന്നുമുള്ള 2 വിദ്യാർത്ഥികളെ മർദ്ദനത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വടക്കൻ ഗാസ പട്ടിണി മരണത്തിലേക്ക്. വടക്കൻ മേഖലയിലാണ് 11 ലക്ഷത്തിലേറെ പേർക്ക് ഭക്ഷണക്ഷാമം ഉണ്ടായിരിക്കുന്നത്. 2.5 ലക്ഷത്തോളം പേരാണ് പട്ടിണി മരണത്തിലേക്ക് നീങ്ങുന്നതെന്ന് IPC റിപ്പോർട്ട് ചെയ്യുന്നു. മാതൃഭൂമി പുരസ്കാരം സക്കറിയയ്ക്ക്. മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരത്തിനാണ് മലയാള നോവലിസ്റ്റും കഥാകൃത്തുമായ സക്കറിയ അർഹനായത്. 3 ലക്ഷം രൂപ അടങ്ങിയതാണ് മാതൃഭൂമി പുരസ്കാരം. ഡിഗ്രി പഠനം 4 വർഷമാക്കി. ഇസ്ര മുൻ ചെയർമാൻ കസ്തൂരി രംഗന്റെ നേതൃത്വത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്തതാണ് 4 വർഷം നീണ്ടു നിൽക്കുന്ന ബിരുദ പഠനം. കേരളത്തിൽ 4 തലങ്ങളിലായാണ് കോഴ്സ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. കല്ലാമൂല ഓഡിയോ പ്രകാശനം ചെയ്തു. അരിക്കൊമ്പന്റെ കഥ പറയുന്ന S2 മീഡിയ പ്രൊഡക്ഷന്റെ ബാനറിൽ ശ്യാമംഗലത്ത് കഥയും തിരക്കഥയും ഗാനരചനയും സംവിധാനവും ചെയ്യുന്ന ചിത്രമാണ് കല്ലാമൂല. ഇന്ത്യൻ വോളിബോൾ താരം കിഷോർ കുമാർ ഈ ചിത്രത്തിൽ ശ്രദ്ധേയമായൊരു വേഷം ചെയ്യുന്നുണ്ട്. വാർത്തകൾ അവസാനിക്കുന്നു. ശുഭദിനം.